ചെയ്യാനുള്ള മനസ്സുണ്ട്, എനിക്ക് ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ലോട്ടറി ടിക്കറ്റ് കിട്ടാൻ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലേ? ഞാനും ഈ വണ്ടിയൊക്കെ വെച്ചിട്ട് ദൂരെ വല്ല പണിയും കിട്ടും നോക്കാൻ പോവാ. വണ്ടിക്കാരെ ഓട്ടമില്ല, ഓടി കിട്ടുന്ന കാശ് വന്ന വർഷാപ്പിൽ കൊടുക്കും. ഇതിന്റെ അടിച്ചു വെച്ച ചട്ടാവുന്നു വഴി കിടത്തില്ലേ? നീ ഇവിടെ കേറുന്നുണ്ടോ? കയറിയില്ലെങ്കിൽ കയറിയില്ല വഴി കാണാം. കയറിയാൽ എന്നെ വീട്ടിൽ വെക്കണം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു വരുത്തി അയാൾ വന്ന് വഴക്കുണ്ടാക്കുന്നത് ആദ്യം തന്നല്ലോ. എന്റെ കുട്ടി ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തലവീന സ്ഥലമൊന്നുമല്ല. അയാളുടെ കേസ് കൊടുക്കട്ടെ. ഇത് അയാളുടെ സ്വഭാവം പറയണ്ടല്ലോ. എനിക്ക് വിശപ്പില്ല, ആദ്യം കയറിയിട്ട അമ്മ കേട്ടാ, ഇത് അമ്മ കഴിച്ചില്ല, ഞാൻ കഴിക്കണം. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ചു നിർത്തണം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തിന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടത് കുളിപ്പിച്ച് കിടത്താം. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കുറിച്ച് ഉണ്ടായിട്ടാണ്. എന്തുവേണം? ഞാൻ ചേട്ടനൊന്ന് കാണാമെന്ന് ആകുന്നു. അതല്ല, ഏതല്ല എന്റെ നിഴല് കണ്ടാ മുങ്ങി നടക്കണം. നീ എന്നെ കാണാമല്ലേ? എന്താണാവും ഉദ്ദേശം? ചേട്ടൻ വീട്ടിലൊന്നും പറഞ്ഞു. അമ്മ ആകെ വിശ്വസിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പഠിച്ചു തന്നോളാം. ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടെ നിർത്തി വീട്ടും എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കണം. എന്നോ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത് തടിച്ച് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധി പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്തിലായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങൾ നടത്തിയാൻ വരണില്ല. ഇവിടെ നീതി നീങ്ങോട്ട് ഞാൻ നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഞാൻ ഇവിടെ പെണ്ടി ഇത്രയും നേരം തന്റെ കാലം പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരാണ്. എനിക്കൊക്കെ ക്ഷേത്രം മാറ്റിക്കളെ. താൻ എന്നെ പോലെ കേൾക്കണം. ഞാൻ കോടതി കയറി തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആളാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് ചെയ്യണോ? അത് എനിക്ക് മറന്നോ? എന്നെ കാണണോ? ശിവൻകുട്ടി, നീ പോക്കിട്ടാൻ അവരെ പോക്കത്തില്ല. താൻ ചെയ്യും. ഞാൻ ചെയ്യില്ല. എന്നെ പോലെ കേട്ടെ. അത് ഞാൻ ഇഷ്ടംപോലെ ചെയ്യും. ഞാൻ ചിലപ്പോൾ തെറ്റിയാൽ വരും. അതിന് നടക്കേണ്ട നഷ്ടം എനിക്ക് നഷ്ടമില്ല. നഷ്ടപ്പെടാൻ പോകുന്ന തനിക്ക് എനിക്ക് മറക്കണ്ട. ഇല്ല, മറക്കില്ല. താങ്കൾ നോക്കി പേടിപ്പിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആരോടാ ദേഷ്യപ്പെടുന്നു? അത് നമ്മുടെ ശിവകുട്ടി നാട്ടിലത്തെ തമാശ പറയും. അല്ല, പറഞ്ഞിട്ട് അങ്ങനെ കാരണം 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 ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കറ്റിനല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് സ്ഥാനം കൊടുത്താല് നമ്മളെ അല്ല, അയാളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നെ കൊടുക്കും. കംപ്ലൈന്റ് കൊടുത്ത പ്രശ്നം വിളിച്ചവന്മാരെ പേടിത്തമ്മനെ അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഓട്ടമൊന്നുമില്ലേ? നമ്മളൊന്ന് പറയുന്നത് അതെ അല്ലെങ്കിൽ തന്നെ കാര്യം കൊടുത്ത് നിങ്ങളുടെ കൈകാര്യം പിടിച്ചിട്ട് അടുപ്പ് കിട്ടുന്നു. അത്രയും മറ്റേ തോന്നേ ലക്ഷം കൊടുക്കും. എന്നാ ശരിയല്ലേ? ശിവൻകുട്ടി വന്നു. പഞ്ചസാര വാങ്ങിച്ചോളാം. പഞ്ചസാര അരി മുളകൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ഭാര്യ കാപ്പി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുകയായിരുന്നു. എടുത്തേ മുളകൊക്കെ സഹായിക്കുന്നില്ല. എന്താ ഏതാടി സാരി? വലിയത് കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്താൽ എന്ന് സാരി കൊടുത്താൽ പേടിയാണ്. അതെന്താ ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? അത് വലിയ പെണ്ണായി. ഒരുത്തിനെ കിട്ടുന്ന ഈ കാലത്ത് കൊടുക്കണം. അതിനെന്താ നല്ല വരവില്ലേ? വരവോ? എത്ര വരവ്? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വള ഞാൻ ഉണ്ടാക്കും. എത്രേ ഉള്ളൂ? എടാ, മൂത്രം പാനെ കുറച്ചൊക്കെ അനുസരിക്കും. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയില്ലേ? ആരെ കൊണ്ടൊക്കെ പ്രകടിപ്പിച്ചിട്ട് ആ ഗോവിന്ദ കൊണ്ടൊക്കെ സംഭവിച്ചതറിയും. മാസം 100 രൂപ ശമ്പളം. ഒന്ന് കണ്ണുവച്ചാൽ കാശ് വരണേ. അത് കിട്ടും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്നുസഞ്ചിയൊക്കെ പിടിച്ച് നടക്കുക. അതാവുമ്പോൾ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലേ? അതെ, അതൊരു ആശാനേട്ടാ. നല്ല വേഷം ധരിച്ച് നടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നു ആര് പറഞ്ഞു വേണം? പക്ഷെ അമ്മയും പെണ്ണെ പറ്റിക്കരുത്. ഇങ്ങനെ പറയാം. അമ്മയും പെണ്ണെ എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിക്കൊണ്ടതാണ്.
സർക്കാർ ഉദ്യോഗസ്ഥ എന്ത് കിട്ടും അറിയാമല്ലോ. കുടുംബം നോക്കി കഥയും നേട്ടം പറയുന്നത് മാസം 300 റുപ്യ വരും. പിന്നെ വേണ്ടാതെ തേങ്ങയും പാലും വിറ്റാൽ ഞങ്ങൾ കഴിയുന്നത്. എന്നെ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താണ് ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്ന് പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിച്ച് നടക്കും മനസ്സിലായി. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാവം കിട്ടിയ സ്ഥലത്ത് അവ പെരമണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറൻ വേദിയിലടുത്ത് നിൽക്കുന്ന 2 പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ചടത്ത് കൊണ്ടുവെച്ചോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കുന്നതാണ്. എന്റെ വീട്ടിൽ എന്തുകൊണ്ടൊന്നും രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും കഴിഞ്ഞിട്ടില്ല. നേരത്തെ ആവശ്യമുള്ള തടി ഞാൻ അനുകാരണം വീട്ടിൽ ഏർപ്പാടിയില്ല. ഇതാവുമ്പോൾ എനിക്ക് കുറച്ച് കൊടുത്ത് തീർത്താൽ മതി. നമ്മുടെ കടയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വന്നു. ഈ വസ്തുവിന്റെ പടയത്തിന് അച്ഛനെ കടം കൊടുത്ത പലരുടെ ഇത് കണ്ടു കെട്ടി ഒഴുകിയില്ല. കിടക്ക വെച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നു. അവൻ കടന്നു. പാവം, ഒരു വീട് വയ്ക്കണമെന്നുള്ള മോഹം ഏട്ടനുണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുമോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ട്. സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്ന് ഏട്ടനോട് സഹായം ചോദിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കല്യാണം വീട്ടിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാടി കൊടുക്കണം. പിന്നെ വേണ്ട മരുന്നിന് നല്ല സെയിൽസാണ്. കുറച്ച് കാശിന് കേട്ടും അത് വ്യക്തമുണ്ട് അല്ലേ? വന്ന് കിടക്കും. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലത് വരിക. മറ്റേ ഇതുപോലെ തന്നെ